അതുകൊണ്ട് നിങ്ങളുടെ അജ്ഞതകളെ നിങ്ങൾ നീക്കിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടമേറ്റ് മരിച്ചവനെ സ്നേഹിച്ചുകൊണ്ട് അവൻ നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? പുത്രനായിരിക്കുന്ന യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് അവൻ സ്വർഗത്തിൽ ഇരുന്നവനാണ്. എന്ന് മുതൽ അനാദികാലം മുതൽ ഉണ്ടായി വന്നത് ദൈവമല്ല, ഉണ്ടാക്കപ്പെട്ടതും ദൈവമല്ല. എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ഉണ്ടായിരുന്നു അറിയാമോ? അവൻ പിതാവിന്റെ മടിത്തട്ടിലായിരുന്നു. അവൻ ഉണ്ടായി വന്നതല്ല, ഉണ്ടായിരുന്നവനാണ്. അവൻ ആ സ്വർഗത്തിന്റെ സന്തോഷം വേണ്ട എന്ന് വെച്ച് നിന്നെ ഓർത്തപ്പോഴ്, നിന്റെ കഷ്ടങ്ങൾ ഓർത്തപ്പോഴ്, നിന്റെ പാപത്താൽ ഉളവാകുന്ന നിന്റെ നരകവിധി ഓർത്തപ്പോഴ് അവൻ ആ സ്വർഗം വേണ്ട എന്ന് വെച്ച് താണ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നിനക്ക് പകരക്കാരനായിട്ട് കഷ്ടമേറ്റ ഈ സ്നേഹത്തെ നീ തള്ളിക്കളയല്ല. എന്നാൽ പിതാവായ ദൈവമോ നീ നരകത്തിലേക്ക് പോകുന്നു, നിന്റെ പാപത്താൽ നീ നരകത്തിലേക്ക് പോകുന്നു എന്നുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ആ പിതാവായ ദൈവം നിനക്ക് വേണ്ടി യാഗം കഴിച്ചെങ്കിൽ സ്വന്തം പുത്രനേക്കാൾ ഉപരി അവൻ നിന്നെ സ്നേഹിക്കുന്നു. അതേ സ്വന്തം പുത്രനേക്കാൾ ഉപരി പിതാവായ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. പുത്രനോ സ്വർഗത്തെക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്നു. ഇത്രമാത്രം അവൻ നമ്മളെ സ്നേഹിച്ചിട്ടും ആ സ്നേഹത്തെ അംഗീകരിക്കാൻ നിനക്ക് മനസ്സില്ലാതെ ഇന്നും പാപ വഴികൾ കൂടെ നടന്നുപോയി മരിച്ചു കഴിഞ്ഞാൽ ദൈവം എങ്ങനെ ക്ഷമിക്കും പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഉന്നത പാപങ്ങളെ താഴ്ത്തുവേൻ, നിങ്ങളെ വിട്ടുകളയുവിന് നിങ്ങളുടെ പാരമ്പര്യങ്ങളെയും പൗരോഹിത്യങ്ങളെയും തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഈ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ദൈവവുമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവപ്രമാണത്തിലേക്ക് വരികയും സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവന്റെ വിശുദ്ധിയിൽ അവന്റെ വരവിന് വേണ്ടി ഭയത്തോട് കാത്തിരുന്നുകൊണ്ട് ആ നിത്യസ്വർഗത്തിലേക്ക് സൗജന്യമായിട്ട് പ്രവേശിച്ചുകൊള്ളുമെന്നും ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു.